നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കൽ സീരീസിൽ ഇന്ന് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് അല്ലെങ്കിൽ പാരലോഗ്രാം ഫോഴ്സസ് അല്ലെങ്കിൽ കൺകറന്റ് ഫോഴ്സസ്, രണ്ട് പേരിലും അറിയപ്പെടാം. പാരലോഗ്രാം എന്ന് അറിയപ്പെടാം, കൺകറന്റ് ഫോഴ്സസ് എന്ന് അറിയപ്പെടാം. ഇതിനകത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ വൈവായിട്ട് ചോദിക്കാം, പെട്ടെന്ന് നമുക്കൊരു ഇത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ള എളുപ്പത്തിൽ പറഞ്ഞുതരാം. അത് പടം വരയ്ക്കുന്നത്, കാരണം നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടിയൊക്കെ പടം വരയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ പോലും ഞാനൊരു ജസ്റ്റ് എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം. പാരലോഗ്രാം സാറിന് ഒരു വെയിറ്റ് ഹാങ്ങർ ഉണ്ട്. ഒരു ഭാഗത്ത് നിങ്ങൾ പി എന്ന് വിളിക്കുക, ഒരു ഭാഗത്ത് നിങ്ങൾ ക്യൂ എന്ന് വിളിക്കുക. ഒരു ഭാഗം നിങ്ങൾ പി എന്നും മറ്റേ ഭാഗം ക്യൂ എന്നും എടുക്കുക. ഇവിടെ ഇപ്പം നിങ്ങൾ വെയിറ്റ് ഹാങ്ങറിനകത്ത് ഒരെണ്ണം 50 ഗ്രാം ആണ് വെയിറ്റ്. അത് എപ്പോഴും ഓർത്തോണം, 50 ഗ്രാം 50 ഗ്രാം. ഇതുപോലെ ഇവിടെയും പോട്ടെ, 50 ഗ്രാം 50 ഗ്രാം 50 ഗ്രാം. ഇവിടെ ഈക്വൽ വെയിറ്റ് എടുക്കുക, 50 ഗ്രാം 50 ഗ്രാം 50 ഗ്രാം. അന്നേരം മൊത്തത്തിൽ 150 ഗ്രാം ആണ് പിയും ക്യൂ. അന്നേരം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഷാഡോ വെച്ച് നമ്മൾ വരയ്ക്കുന്നത്, നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കും. നടുക്കൊരു പോയിന്റ് നിങ്ങൾ O എന്ന് കൊടുക്കുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഇതാണ്, 50 ഗ്രാം 1 സെന്റിമീറ്റർ ആണ്. ഇത് അറിഞ്ഞാൽ എളുപ്പമാണ്, ഇത് എഴുതുകയും വേണം. പേപ്പറിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയേക്കണം 50 ഗ്രാം ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 150 പിയും ക്യൂ ഈക്വൽ വെയിറ്റ് ഇട്ടു. അൺഈക്വൽ വെയിറ്റ് ഇട്ടാലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഈക്വൽ വെയിറ്റ് ഇട്ടു, പിയും ക്യൂവും 150 ഗ്രാം ഇട്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒന്ന് സ്കെയിൽ വെച്ച് എത്ര സെന്റിമീറ്റർ എടുക്കണം? 50 ഗ്രാം 1 സെന്റിമീറ്റർ ആണെങ്കിൽ 150 ഗ്രാം എത്ര? 3. കാരണം 50 ഗ്രാം 1 സെന്റിമീറ്റർ, 100 ഗ്രാം 2 സെന്റിമീറ്റർ, 150 ഗ്രാം 3 സെന്റിമീറ്റർ എടുത്തു. ഇവിടെ ഞാൻ OA എന്ന് എടുത്തു. ഇവിടെ ക്യൂവും 150 സെന്റിമീറ്റർ ആയിട്ട് 3 സെന്റിമീറ്റർ ഇവിടെ സ്കെയിൽ വെച്ചെടുത്തു. എന്നിട്ട് നിങ്ങൾ കോമ്പസ് കൊണ്ടുവന്ന് ഇത്രയും OA ഇത്രയും എയുടെ ഭാഗം വരെ ഇത്രയും എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നൊരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇത്രയും ഭാഗം നിങ്ങൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് നിങ്ങളിത് ഇങ്ങനെ ചേർത്തങ്ങ് വരയ്ക്കുക. ഇതിങ്ങോട്ടും വരയ്ക്കുക, ഇതിങ്ങോട്ടും വരയ്ക്കുക. ഇത് നിങ്ങൾ C എന്ന് കൊടുക്കുക. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേറെ ഒന്നുമല്ല, ആ കല്ലിൻ്റെ ഭാരമാണ്. എത്ര വെയിറ്റ് മാറ്റിയിട്ടാലും കല്ലിൻ്റെ വെയിറ്റ് മാറുകൂടെ? ഒരിക്കലും മാറത്തില്ലെന്ന് ഉറപ്പിച്ചോണം. എന്ന് പറഞ്ഞാൽ W ഇത് OC ഇൻറ്റു സ്കെയിൽ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, W സ്കെയിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, 50 ഗ്രാം. OC എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു 5 ആണെങ്കിൽ 5 ഗുണം 50 250 ഗ്രാം വെയിറ്റ്. കല്ലായതുകൊണ്ട് വെയിറ്റ് ആണ്. അതിനെ കിലോഗ്രാം വെയിറ്റ് ആക്കണമെങ്കിൽ 250 ഗുണം ഇൻറ്റു 10⁻³ കിലോഗ്രാം വെയിറ്റ് അല്ലേ? അടുത്തത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 5ന് പകരം 5.1 അല്ലെങ്കിൽ 3 ആണെങ്കിൽ 3.1 ഒക്കെ വരാം. ഒരുപാട് വ്യത്യാസം വരാൻ പറ്റത്തില്ല. 5ന് പകരം 6 കിട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് യഥാർത്ഥത്തിൽ. കാരണം അറിയോ, ഇത് 6 ആയി പോയി കഴിഞ്ഞാൽ 6 × 50 എന്ന് പറഞ്ഞാൽ 300 ആവും. അന്നേരം ഒരു കല്ലിന് നമ്മൾ അപ്പുറം ഇപ്പുറം വെയിറ്റ് മാറിയിടുമ്പോൾ കല്ലിൻ്റെ വെയിറ്റ് മാറുമോ? ഇല്ല. അന്നേരം ഇതൊന്ന് ചെയ്യുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരം കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് 50 ഗ്രാം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. വെയിറ്റ് ഓഫ് ദി സ്കെയിൽ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ OC ഇൻറ്റു സ്കെയിലാണ്. സ്കെയിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, 50 ഗ്രാം ആണ്. ആ OCക്കകത്ത് വലിയ വ്യത്യാസം വരാനും പാടില്ല. ഇപ്പോൾ 5 ആണെങ്കിൽ 5.1 5.2 വരെ മീൻ എടുക്കുമ്പോൾ അതങ്ങ് ശരിയാകും. പിന്നെ കിലോഗ്രാം വെയിറ്റ് വേണം റിസൾട്ട് എഴുതാൻ. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, എന്താണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. 2 കൺകറന്റ് ഫോഴ്സ് എന്തോന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വൈവായിട്ട് ചോദിക്കാൻ ചാൻസ്. വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചോദിച്ചാൽ W OC ഇൻറ്റു സ്കെയിൽ എന്ന് ചോദിക്കുക. പിന്നെ റിസൾട്ടന്റ് ഫോഴ്സ് എന്നുള്ള ഇക്വേഷൻ പാരലോഗ്രാമിൻ്റെ R √of P² + Q² + 2PQ cos θ. അത് വെച്ച് ചെയ്യാനുള്ള സ്കൂളുകളിൽ വളരെ കുറവേ ഉള്ളൂ. W OC ഇൻറ്റു സ്കെയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അന്നേരം ഇതുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കുറച്ച് മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഉള്ള വീഡിയോ കിടപ്പുണ്ടല്ലോ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കിടപ്പുണ്ട്. അതുകൂടെ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ പാരലോഗ്രാം അങ്ങ് സെറ്റാവും. സത്യം പറഞ്ഞാൽ പാരലോഗ്രാം ചെയ്യാൻ ഒരു 15 മിനിറ്റ് മതി മാക്സിമം. അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞുതരാം. അന്നേരം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കലാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സും മൊമെൻറ്റ് ബാറും. അടുത്ത ദിവസം നമുക്ക് മൊമെൻറ്റ് ബാറിനെ കുറിച്ച് വിടാം. അന്നേരം ആദ്യം ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.